നിശ്ചയിച്ച ദിവസം തന്നെ, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കും. ഞാൻ നിശ്ചയിക്കുന്നതാണ് വിധി. ഒരുപക്ഷേ തലയണം മുഖത്തമർത്തി കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ സഫോക്കേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ തല വെട്ടിച്ചിരിക്കാം. സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ വിരൽ ചൂണ്ടാവുന്നത് ബാബുവിന്റെ നേരെയാണ്. പറഞ്ഞു പഠിച്ചു വന്നിരിക്കുകയാണെന്ന് തോന്നല്ലോ. കാരണം നിങ്ങൾക്കറിയില്ലേ? വേണ്ട, പോലീസിനറിയാം. അതുകൊണ്ടാണല്ലോ അവനെ ഇങ്ങോട്ട് സ്വീകരിച്ചോണ്ട് വന്നത്. അവൻ എന്ത് ദ്രോഹം നിങ്ങളോട് ചെയ്തു? ആ കുറ്റബോധത്തിൽ നിന്നും എനിക്ക് എന്തെങ്കിലും മുക്തി ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്ക് ദേവ. നമ്മളിങ്ങനെ ഇവിടെ സംസാരിച്ചിരിക്കുമ്പോഴും രേഖ അവിടെ ആ തണുത്ത് മരവിച്ച മുറിയിൽ ഒന്നും അറിയാതെ കിടക്കുകയാണ്. ഞാൻ കാരണം എന്ന ചിന്ത ഒന്ന് അവസാനിപ്പിക്കുമോ തനിക്ക്? ഇല്ല ദേവ, അത് അവസാനിക്കില്ല. അവസാനിക്കണമെങ്കിൽ തെറ്റുകൾക്ക് ഞാൻ പ്രായശ്ചിത്തം ചെയ്യണം. അത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താണ് പ്രസാദ് ഉദ്ദേശിക്കുന്നത്? നിശ്ചയിച്ച ദിവസം തന്നെ, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കുന്നു. എന്താ തനി പറയുന്നത്? നിശ്ചയിച്ച മുഹൂർത്തം എന്ന് പറയുമ്പോ തനിക്കും മറ്റു പലർക്കും തന്ന ആ ക്ഷണക്കത്തിൽ ഒരു തീയതിയും സമയമില്ലേ? അത് തന്നെ. അത് മാറുന്നില്ല, മാറ്റുന്നില്ല. അതേ നിമിഷത്തിൽ ഞാൻ രേഖയുടെ കഴുത്തിൽ താലി കെട്ടു. അതെ ദേവ, അബോധാവസ്ഥയിൽ കിടക്കുന്ന രേഖയുടെ കഴുത്തിൽ. അവൾ ഒരുപാട് ആഗ്രഹിച്ച മുഹൂർത്തമാണത്. അത് മാറ്റിവെക്കാൻ ഒരു വിധിയെയും ഞാൻ അനുവദിക്കില്ല. ഞാൻ നിശ്ചയിക്കുന്നതാണ് വിധി. ഇവിടെയെങ്കിലും ഇനിയെങ്കിലും എനിക്കൊരു ശരി ചെയ്യണം ദേവ. രോഗത്തിന്റെ ഇരുട്ടിൽ കിടന്നവനായിരുന്നു ഞാൻ. എന്നെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇതാണ് വെളിച്ചം എന്ന് പറഞ്ഞ രേഖയാണ് ഇപ്പൊ വെളിച്ചം നഷ്ടപ്പെട്ട് ഉറങ്ങുന്നത്. ഉറങ്ങട്ടെ. പക്ഷെ ഉണരുമ്പോ കഴുത്തിൽ ആ താലിമാല ഉണ്ടെന്ന് അവൾ അറിയണം. അത്രമാത്രം എനിക്ക് ചെയ്യാനാവൂ ദേവ. തന്നോട് എനിക്കിപ്പോ തോന്നുന്ന സ്നേഹമല്ല, ബഹുമാനമാണ്. ദിവസവും മുഹൂർത്തവും ഒന്നും മാറ്റണ്ട. പ്രസാദ് രേഖയുടെ കഴുത്തിൽ താലി ചാർത്തുന്നു. താനുണ്ടാവില്ല എന്റെ കൂടെ? തീർച്ചയായും. ഡോക്ടർ, സ്കാൻ റിപ്പോർട്ട് കിട്ടിയോ? എടുത്തു കൊടുക്ക. ബ്രെയിനിൽ ഡാമേജ് ഉണ്ടെന്നാണല്ലോ റിപ്പോർട്ടിൽ പറയുന്നത്. അതെ, തല ശക്തിയായി എവിടെയോ തട്ടിയിട്ടുണ്ടാവും അല്ലേ ഡോക്ടർ? യെസ്. ഒരുപക്ഷേ തലയണം മുഖത്തമർത്തി കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ സഫോക്കേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ തല വെട്ടിച്ചിരിക്കാം. അപ്പോഴുണ്ടായ ക്ഷതമായിരിക്കും. അപ്പോ ഹെമറേജിനുള്ള സാധ്യത ഒഴിവാക്കാനാവില്ലല്ലോ. അതെ. എനിവേ 48 hours ഒബ്സർവേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. യെസ് ഡോക്ടർ.
നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റാരും ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കാത്ത കാര്യമാണ്. മറ്റാരായാലും ബുദ്ധിപൂർവം പിന്തിരിയാനേ നോക്കൂ. പ്രസാദ് അങ്ങനെ ചിന്തിച്ചില്ലല്ലോ. ശരിയാണ്. പക്ഷേ ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ ബാലേട്ട. ബോധം തിരിച്ചു കിട്ടുമെന്നോ രക്ഷപ്പെടുമെന്നോ ഒന്നും ഡോക്ടർമാർ പറയുന്നില്ലല്ലോ. ആ നിലയ്ക്ക് മുന്നും പിന്നും നോക്കാതെ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത് ശരിയാണോ? താലി കഴുതി വീണാ പിന്നെ ഭാര്യയാണ്. ഭാവി പിന്നെ എന്തുണ്ടായാലും പ്രസാദ് അത് സഹിക്കണം, വേണ്ടേ? ഈ വിവാഹം നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്, ഇപ്പോഴും ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ രേഖയുടെ അവസ്ഥ എങ്ങനെ ആകുമെന്ന് അറിഞ്ഞിട്ട് പോരെ ബാക്കി കാര്യങ്ങൾ. ഇമോഷണൽ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് താലി കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് സാഹസമല്ലേ ബാലമാമ? രേഖ രക്ഷപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ മനസ്സ് പറയുന്നത്. രക്ഷപ്പെടട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുന്നതല്ലേ വിവേകം. അല്ലാതെ നാടകീയമായി മനസാക്ഷിക്കുത്തിന്റെ പേരിൽ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്താൽ. അതെ, ഒരിക്കൽ അവന്റെ വിവാഹ ജീവിതം നഷ്ടപ്പെട്ടതാ. വീണ്ടും അങ്ങനെ സംഭവിച്ചു പോയാൽ അതുമാത്രമല്ല, രേഖയുടെ കാര്യത്തിൽ ഡോക്ടർമാർ ഒരുറപ്പും പറയുന്നില്ലല്ലോ. അതുകൊണ്ട് എടുത്തു ചാടിയൊന്നും ചെയ്യണ്ട, കുറച്ചുകൂടി കാക്കാം. എന്നിട്ട് മതി എന്തെങ്കിലും തീരുമാനിക്കുന്നത്. ബാലേട്ടൻ അവനെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഒരുപാട് അനുഭവിച്ചവനവൻ. ഇനിയും ആ വേദന കാണാൻ എനിക്ക് ശക്തിയില്ല ബാലേട്ട. പക്ഷേ ഈ ബന്ധത്തിന് മുൻകൈ എടുത്തത് പ്രസാദല്ല, നമ്മളാണ് നിർബന്ധിച്ച് ഈ ബന്ധത്തിലേക്ക് അവനെ വലിച്ചിഴച്ചത്. ഈ ഒരു കാരണം പറഞ്ഞ് അവന് വേണമെങ്കിൽ ഇനി ഇതിൽ താല്പര്യമില്ലെന്ന് പറയാമായിരുന്നു. കൊലപാതക ശ്രമം, അബോധാവസ്ഥ, ചീത്തപ്പേര്, കാരണങ്ങൾ എത്ര വേണമെങ്കിലും നിരത്താനുണ്ടാവും. പക്ഷേ പ്രസാദ് അതൊന്നും ചിന്തിച്ചതേയില്ലല്ലോ. ആ കാര്യം നമ്മൾ ഓർക്കണം, വേണ്ടേ? അതാരും മറക്കുന്നില്ല. പക്ഷേ ഓർക്കാൻ അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി ഉണ്ടല്ലോ ബാലമാമ. പ്രസാദിന്റെ ഭാവി ജീവിതം, മനസ്സുഖം. നിർഭാഗ്യവശാൽ അതിനെതിരാണ് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തിടുക്കത്തിൽ ചെന്ന് വീഴണോ എന്നാണ് എൻ്റെ വിചാരം. എന്തായാലും രേഖയുടെ കാര്യത്തിൽ ഡോക്ടർമാര് ഒരു ഉറപ്പ് പറയട്ടെ ബാലേട്ട. എന്നിട്ട് മതി വിവാഹക്കാര്യം തീരുമാനിക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. അതേ ബാലമാമ, ധൃതി വേണ്ട. സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ വിരൽ ചൂണ്ടാവുന്നത് ബാബുവിന്റെ നേരെയാണ്. ചേച്ചിയോടുള്ള കമ്മിറ്റ്മെന്റ്, ചെറുപ്പത്തിന്റെ വാശി, എടുത്തുചാട്ടം, പിന്നെ പഴയ അളിയന്റെ പുതിയ വിവാഹത്തോടുള്ള രോഷം. ഒരു ജീവനെടുക്കാൻ ഇത്രയും കാരണങ്ങൾ മതി. ഇത്ര തന്നെ ചിലപ്പോൾ ആവശ്യമില്ല. ഒരു നിമിഷത്തിന്റെ സ്പാർക്ക് മതി നോർമൽ ബ്രെയിൻ അബ്നോർമൽ ആവാൻ. പക്ഷേ സാർ, ബാബു വന്ന് ഭീഷണിപ്പെടുത്തി പോയ ശേഷം ഡോക്ടർ രേഖയിൽ നിന്നും പ്രകോപനമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ബാബുവിന് റിവെഞ്ച് തോന്നാൻ. ഹൂ നോസ്? പ്രകോപനം ഉണ്ടായില്ലെന്ന് ഡേവിഡിന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് അന്വേഷണം ബാബുവിലേക്ക് തിരിച്ചുവിടുകയാണ്. അവനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുക. ജയിലിൽ നല്ല പിള്ള ചമഞ്ഞ് ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നേടി പുറത്തു വന്നെന്ന് കരുതി ഇനിയും ഒരു കുറ്റകൃത്യം അവൻ ചെയ്തുകൂടുന്നൊന്നുമില്ല. സോ ഡോണ്ട് വേസ്റ്റ് ടൈം. ഗോ ആൻഡ് അറസ്റ്റ് ഹിം. യെസ് സാർ.
ഡോ ഈ ശങ്കർജി എന്ന് പറയുന്ന ആളുടെ വീട് ഏതാ? ദാ ഇതാ. എന്താ സാർ? നീ എന്തിനാ അതറിയുന്നേ? അല്ല സാർ, ശങ്കർജിയുടെ മകനാണ് ഞാൻ. ഓ അത് ശരി, അത് നമ്മളാണല്ലേ. എന്നാ ജീപ്പിലോട്ട് കയറിക്കോ. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ സാർ എന്നെ? തോമസേ, ഇവനെ പിടിച്ച് കയറ്റ്. ഇങ്ങോട്ട് വാടാ. സാർ, അച്ഛനെ മരുന്ന് വാങ്ങി കൊണ്ടുവരാൻ ഞാൻ. ഇത് കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലേ അച്ഛൻ അങ്ങ് തട്ടിപ്പോവും. പിടിച്ച് കയറ്റോ ഈ റാസ്കൽ. സാർ, നാരായണൻകുട്ടി സാർ, ഈ മരുന്നൊന്ന് കൊടുത്തോട്ടെ സാർ. നാരായണൻകുട്ടി, ഈ മരുന്ന് സുമിത്രയെ ഏൽപ്പിക്കണം. ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോവാ. അച്ഛനോട് പറയരുത്. എന്തു പറ്റി കുഞ്ഞെ? ഒന്നും അറിയില്ല. അച്ഛനോട് പറയല്ലേ. ഇല്ലില്ല. ബാബു അല്ലേ? അതെ സാർ. ജയിലിലെ ലൈഫ് ഇഷ്ടമാണോ? സാറ് ചോദിച്ചത് കേട്ടില്ലടാ, ഉത്തരം പറയടാ. അല്ല, ഇഷ്ടമല്ല. എന്താ കാരണം? ക്രിമിനൽസിന്റെ കൂടെ കഴിയാനുള്ള പ്രയാസമാവും അല്ലേ? നീ എത്ര വരെ പഠിച്ചു? വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ? ഡിഗ്രി. 100 ഡിഗ്രിയോ 150 ഡിഗ്രിയോ? വിസ്തരിച്ച് പറയടാ. BA പാസ്സായിട്ടുണ്ട്. MA പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജയിലിനകത്ത് കുറെ MA MSc ഒക്കെ ഉണ്ട്. പരിചയപ്പെട്ടായിരുന്നോ? ഇല്ല സാർ. ഇനിയും പോണമെന്നുണ്ടോ ജയിലിലേക്ക്? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നിട്ടാണോ ആ ഡോക്ടർ രേഖയെ നീ കൊല്ലാൻ ശ്രമിച്ചത്? ഡോക്ടർ രേഖയെ ഞാൻ കൊല്ലാൻ നോക്കിയെന്നോ? ഇല്ല സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യമായില്ല സാർ. നിന്റെ ചേച്ചിയുടെ പേരെന്താ? സുമിത്ര. എന്തു ചെയ്യുന്നു? ബാങ്കിലാണ്. ഫുൾ ടൈം ബാങ്കിലാണോ? വീട്ടിലേക്ക് വരികയില്ലേ? ചേച്ചിയുടെ കല്യാണം മുടങ്ങിയോ? ഉവ്വ്. എന്താ കാരണം? കാരണം പറടാ. കല്യാണം എന്താ മുടങ്ങിയത്? കല്യാണം കഴിക്കേണ്ടയാൾ ചേച്ചി തെറ്റിദ്ധരിച്ചു. എങ്ങനെ എങ്ങനെ തെറ്റിദ്ധരിച്ചു? പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ചേച്ചിക്ക് പ്രസാദേട്ടനോട് എപ്പോഴും സ്നേഹമുണ്ടെന്ന്. ഈ പ്രസാദേട്ടൻ എന്ന് പറയുന്നത് നിന്റെ ചേച്ചി ഉപേക്ഷിച്ച ഭർത്താവല്ലേ? ശരി, സത്യത്തിൽ ചേച്ചിക്ക് മുൻ ഭർത്താവിനോട് ഇപ്പോഴും സ്നേഹമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഡോക്ടർ രേഖ വന്ന് നിന്റെ ചേച്ചിയോട് ചൂടായത്? അവർ ചേച്ചിയെ വെറുതെ തെറ്റിദ്ധരിച്ചാണ് സാർ. ഇതെന്ത് പുലിവാല്? എല്ലാവരും നിന്റെ ചേച്ചിയെ മാത്രം തെറ്റിദ്ധരിക്കുകയാണല്ലോടാ. ആട്ടെ, നീ എന്തിനാ ഡോക്ടർ രേഖയെ കാണാൻ പോയത്? പറയടാ, എന്തിനു പോയി? അവരൊരു ദിവസം സുമിത്രേച്ചിയെ വഴി തടഞ്ഞു നിർത്തി മോശമായി സംസാരിച്ചു, ഇൻസൾട്ട് ചെയ്തു. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ചേച്ചിയെ. ഒരു തെറ്റും ചെയ്യാത്ത ചേച്ചിയാണോ പഴയ ഭർത്താവിനോട് പിന്നെ അടുക്കാൻ ശ്രമിച്ചത്? ആ ശ്രമം ഡോക്ടർ രേഖ എതിർത്തതുകൊണ്ടല്ലേ ഡോക്ടർ രേഖയുടെ വീട്ടിൽ ചെന്ന് നീ ബഹളം ഉണ്ടാക്കിയത്? അവരെ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത്? ഇല്ല, ഞാൻ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല സാർ. ഭീഷണിപ്പെടുത്തി. അത് മാത്രമല്ല, കഴിഞ്ഞ 25-ാം തീയതി വൈകിട്ട് 6:45 മണി നേരത്ത് നീ ഡോക്ടർ രേഖയുടെ വീട്ടിൽ കയറി ചെന്ന് അവരെ തലയിണ മുഖത്തമർത്തി കൊല്ലാൻ ശ്രമിച്ചു. ഇല്ല, ഇത് കള്ളമാണ്, പച്ചക്കള്ളമാണ് സാർ. ആര് പറയുന്നടാ കള്ളം? ഞാൻ പറയുന്നതോ അതോ നീ പറയുന്നോ? സാറ് പറയുന്നത്. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണം. പറടാ, ഡോക്ടർ രേഖയെ കൊല്ലാൻ ശ്രമിച്ച നീ അല്ല. അല്ലെന്നോ? അല്ല. നീ ഡേവിഡ് അല്ല. മതി. ഇങ്ങോട്ട് വാടാ.
നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കടാ. സുമിത്ര കുഞ്ഞെ, എന്താ നാരായണൻകുട്ടി? അറിഞ്ഞില്ലേ? നമ്മുടെ ബാബു കുഞ്ഞിനെ പോലീസ് പിടിച്ചോണ്ട് പോയി. എന്താ നാരായണൻകുട്ടി പറയുന്നത്? സത്യമാ, വീടിന്റെ മുമ്പിൽ വെച്ച് ജീപ്പി കയറ്റിക്കൊണ്ട് പോയത്. എന്റെ ഈശ്വരാ, ഞാൻ എന്ത് ചെയ്യും? കുഞ്ഞ് വേഗം സ്റ്റേഷനിലേക്ക് ചെല്ല്. കാര്യം എന്താണെന്നറിയാലോ? ആ, ഈ മരുന്ന് അച്ഛനുള്ളതാ. കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അച്ഛൻ അറിഞ്ഞോ വല്ലതും? ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. കുഞ്ഞ് വേഗം ചെല്ല്. പോലീസ് സ്റ്റേഷൻ. എനിക്ക് SI ഒന്ന് കാണണം. പുറത്തു പോയിരിക്കുക, ഇപ്പൊ വരും. ആരാ? ഞാൻ ബാബുവിന്റെ ചേച്ചിയാ. ഓ, അത് നിങ്ങളാണല്ലേ. എന്താ വന്നത്? അവനെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണം എന്താണ് സർ? അവൻ എന്ത് കുറ്റം ചെയ്തു? നിങ്ങൾക്കറിയില്ലേ കാരണം? എനിക്കറിയില്ല. പറഞ്ഞ് പഠിച്ചു വന്നിരിക്കുകയാണെന്ന് തോന്നല്ലോ. കാരണം നിങ്ങൾക്കറിയില്ലേ? വേണ്ട, പോലീസിനറിയാം. അതുകൊണ്ടാണല്ലോ അവനെ ഇങ്ങോട്ട് സ്വീകരിച്ചോണ്ട് വന്നത്. ഞാൻ സത്യമാണ് പറയുന്നത്, എനിക്കറിയില്ല. അവനും ഇത് തന്നെ പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ലെന്ന്. അനിയന് യോജിച്ച ചേച്ചി തന്നെ. ഒരു കുറ്റവും ചെയ്യാത്തവനെയാ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തെറ്റാണ് സർ. ഡോക്ടറെ തട്ടാൻ അനിയനെ പറഞ്ഞുവിടുമ്പോ ഇങ്ങനെ ഒരു കോൺസിക്വൻസ് പ്രതീക്ഷിച്ചില്ലല്ലേ? സർ, സാർ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏത് ഡോക്ടർ? നിങ്ങൾ ഒന്നും അറിയാത്തൊരു നിഷ്കളങ്കയായതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഡോക്ടറുടെ പേര് രേഖ. നിങ്ങളുടെ ബാബു എന്നു പേരുള്ള സഹോദരൻ അവരെ വീട്ടിൽ കയറി ചെന്ന് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അവര് മരിച്ചില്ല. ഇപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ കോമാ സ്റ്റേജിലാണ്. ഇനി എന്തെങ്കിലും കൂടി പറഞ്ഞു തരേണ്ടതുണ്ടോ? ഇത് സത്യമല്ല. ബാബു ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല. അവനതിന് കഴിയില്ല സർ. അവൻ നിരപരാധിയാ. അവനെ വെറുതെ വിടണം. വളരെ ബുദ്ധിമുട്ടാണ്. അവൻ ഡോക്ടർ രേഖയെ കാണാൻ പോയി. ഒരിക്കലല്ല, 2 വട്ടം. ആദ്യം പോയത് തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്താൻ. രണ്ടാമത് പോയത് ആ ഭീഷണി നടപ്പാക്കാൻ. ഇത് അത്രയും കള്ളമാണ്. ബാബു രേഖയെ കാണാൻ പോയിട്ടില്ല. ഞാനിത് വിശ്വസിക്കില്ല. ഇത് നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥയാ. ഉറപ്പാണോ? അതെ. തോമസേ, സാർ. അവനെ ഒന്ന് കൊണ്ടുവാ. സാർ. ഉറക്കം നടിക്കുന്നവരെ ഉണർത്തണമല്ലോ. ഉണർത്താം. വാടാ, നിന്റെ ചേച്ചി വന്നിരിക്കുന്നു. ബാബു, എന്തു പറ്റി മോനെ? സെന്റിമെന്റ്സ് രംഗങ്ങൾ പിന്നെ. അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്ക്. ബാബു, നീ ഡോക്ടർ രേഖയുടെ വീട്ടിൽ പോയിരുന്നോ? ഇല്ലല്ലോ. ബാബു, ചോദിച്ചത് കേട്ടില്ലേ? നീ രേഖയുടെ വീട്ടിൽ പോയിരുന്നോന്ന്? പോയിരുന്നു. ഞെട്ടിയോ? ഇല്ലെങ്കിൽ ഞെട്ടൽ അഭിനയിക്കെങ്കിലും വേണം. പക്ഷെ എന്തിനാ നീ അവരെ കാണാൻ പോയത്? അവർ ചേച്ചിയെ വഴിയിൽ തടഞ്ഞു നിർത്തി അപമാനിച്ചില്ലേ? അതിനി ആവർത്തിക്കരുതെന്ന് പറയാൻ. വ്യക്തമായല്ലോ.
ഇങ്ങനെ വിരട്ടിയ കാര്യം ഡോക്ടർ രേഖ അഡ്വക്കേറ്റ് ജയന്തിയോട് പറഞ്ഞിരുന്നു. അതെന്തായാലും ഞങ്ങൾക്കൊരു വഴിമരുന്നായി. പക്ഷേ ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ അവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. സത്യമാണ് ചേച്ചി, നമ്മുടെ മരിച്ചുപോയ അമ്മയാണ് സത്യം. ആ മതി മതി. തോമസേ, ഇവനെ കൊണ്ടു. ബാബു, പാടാ. കാര്യങ്ങൾ അറിഞ്ഞല്ലോ, ഇനി പൊക്കോളൂ. സാർ, പോകാൻ പറഞ്ഞില്ലേ? ദൃക്സാക്ഷിയുടെ മൊഴിയാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ളത്. അയാൾ തനിക്ക് അനുകൂലമായി പറയുമെന്ന് തൽക്കാലം സമ്മതിച്ചിട്ടുണ്ട്. അയാള് സമ്മതിച്ചോ സാർ? ആ, എന്നാലും അതങ്ങനെ 100% വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അപ്പുറത്തേക്ക് ചായാനും സാധ്യതയുണ്ട്. എന്തായാലും അയാൾ മറ്റവരുടെ കയ്യിൽ പോയി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശരി സാർ. എന്നാ പൊയ്ക്കോളൂ. മേ ഐ കം ഇൻ സർ? യെസ്, ഇരിക്കൂ. താങ്ക് യു. ആരാ? ഞാൻ സുമിത്ര. ഒരു കേസിന്റെ കാര്യം. പറയൂ. സർ, സാറിന്റെ അനിയനെ രക്ഷിക്കണം. പെട്ടെന്ന് കയറി വന്ന് അനിയനെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ കേസിന്റെ ഡീറ്റെയിൽസ് പറയൂ. കുട്ടിയുടെ അനിയൻ എന്താ പറ്റിയത്? അവനെ പോലീസ് പിടിച്ചോണ്ട് പോയി. എന്തിന്? എന്തിനെന്ന് ചോദിച്ചാ എനിക്കറിയില്ല സർ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് വെറും സംശയത്തിന്റെ പേരില് വെറുതെ പിടിച്ചോണ്ട് പോയതാ. അങ്ങനെ സംശയിക്കാൻ കാരണം? ശിവ കൺസ്ട്രക്ഷൻസിലെ എഞ്ചിനീയറായ പ്രസാദ് എന്റെ ഭർത്താവായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സായിട്ട് കുറച്ചു നാളായി. ഇപ്പോൾ പ്രസാദ് ഏട്ടൻ ഡോക്ടർ രേഖ എന്നൊരു പെൺകുട്ടിയാ വിവാഹം കഴിക്കാൻ പോകുന്നത്. അവരെ ആരോ കൊല്ലാൻ ശ്രമിച്ചത്രേ. ആ കുറ്റം എന്റെ അനിയന്റെ തലയിൽ കെട്ടിവെക്കാനാ പോലീസിന്റെ പ്ലാൻ. സാറ് രക്ഷിക്കണം സർ. അവൻ നിരപരാധിയാണ്. എന്താ അനിയന്റെ പേര്? ബാബു. പോലീസിന് സംശയിക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ബാബുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും ഒരു മൂവ്. കുറച്ചു ദിവസം മുമ്പ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഡോക്ടർ രേഖ വന്ന് എന്നോട് വളരെ റഫായിട്ട് സംസാരിച്ചിട്ട് പോയി. ബാബുവിനത് സഹിക്കാനായില്ല. അവൻ രേഖയുടെ വീട്ടിൽ ചെന്ന് മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് പോന്നു. അത്രയുള്ളൂ. അതിന്റെ പേരില അവനിപ്പോ സംശയിച്ചിരിക്കുന്നത്. സംശയിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ ബാബു പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല സർ. സത്യമാണ്. സത്യമാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ സത്യം പോലീസിന് വിശ്വസനീയമായി തോന്നണമെന്നില്ല. സുമിത്ര, വിഷമിക്കാതിരിക്കൂ. ബാബുവിനെ രക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷെ ഇന്ന് ഏതായാലും ജാമ്യം എടുക്കാൻ പറ്റില്ല. ലെറ്റ് us ഗോ ടുമാറോ. ജാമ്യം കിട്ടില്ല സർ. കിട്ടിയേക്കാം. സുമിത്ര എന്തായാലും പോയിട്ട് നാളെ വരൂ. ഹലോ, ഹർഷകുമാറാണ്. ആ കേസ് നാളെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ എത്തണം കേട്ടോ. ശരി, ഓക്കെ. സർ, ഇതിരിക്കട്ടെ. ആയിക്കോട്ടെ, നമുക്ക് മാക്സിമം ശ്രമിക്കാം. ഓക്കെ. ഒന്ന് വെയിറ്റ് ചെയ്യണേ.
മനസ്സിലായില്ല. അഡ്വക്കേറ്റ് ജയന്തി അല്ലേ? അതെ. ഞാൻ ഇപ്പൊ ലോക്കപ്പിൽ കിടക്കുന്ന ബാബുവിന്റെ ചേച്ചിയാണ്. ആ, സുമിത്ര അല്ലേ? അതെ. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവൻ എന്ത് കുറ്റം ചെയ്തിട്ടാ ആ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? അവനെ പോലീസിന് പിടികൂടാൻ നിങ്ങളുടെ മൊഴിയെ സഹായിച്ചു എന്നറിഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതാ. ആരാ? മനസ്സിലായില്ല. ഇത് സുമിത്ര, ബാബുവിന്റെ. ആ, മനസ്സിലായി. സുമിത്ര ഇരിക്കൂ. വേണ്ട ഡോക്ടർ, ഇരിക്കാനൊന്നും വന്നതല്ല. ഒരു കാര്യം അറിയണം, അത്രമാത്രം. എന്താ? എന്താണ് അവന്റെ കുറ്റം? നടുനിരത്തിൽ വെച്ച് ഡോക്ടർ രേഖ മോഹൻ എന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ ശകാരിച്ചതറിഞ്ഞ് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് രേഖയോട് ചെന്ന് പറഞ്ഞതോ? അതാണോ അവൻ ചെയ്ത കുറ്റം? ചേച്ചിയോട് സ്നേഹമുള്ള ഏത് അനിയനെ അത് ചെയ്യാത്തത്? ഡോക്ടറാണ് അവന്റെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യും? കൈയും കെട്ടി കേട്ടു നിൽക്കുവോ? എന്നിട്ട് അവന്റെ മേൽ ചുമത്തിയിരിക്കുന്നത് കൊലപാതക കുറ്റം. ഇത്ര ദയയില്ലാത്തവരാണോ നിങ്ങള്? നിങ്ങൾ ആരെങ്കിലും കണ്ടോ ബാബു ഡോക്ടർ രേഖയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഇല്ലല്ലോ. കാണാത്ത കുറ്റത്തിന് പിന്നെ എന്തിനു നിങ്ങൾ സാക്ഷി പറഞ്ഞു സർ? അവൻ എന്ത് ദ്രോഹം നിങ്ങളോട് ചെയ്തു? ബാബു രേഖയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് ഞങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടില്ല. മുമ്പൊരു ദിവസം ബാബു രേഖയോട് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മതിയല്ലോ സർ. ഒരു പ്രതി അന്വേഷിക്കുന്ന പോലീസിന് അത് മാത്രം കിട്ടിയാ മതിയല്ലോ. ഒന്നിനു പുറകെ മറ്റൊന്നായി എത്രയോ ആഘാതങ്ങളേറ്റ് തകർന്നതാണ് ഞങ്ങളുടെ കുടുംബം. ദേഹം തളർന്ന് വീണ് കിടക്കുന്ന അച്ഛനുണ്ട് വീട്ടില്. ഈ നല്ല വാർത്ത ഞാൻ അച്ഛനോട് എങ്ങനെ പറയും? ബാബു ഇല്ലാതെ എങ്ങനെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും? ബാബുവിനെ പ്രതിയാക്കണമെന്നോ ജയിലിലാക്കണമെന്നോ ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല സുമിത്രേ. പോലീസ് ചോദിച്ചപ്പോ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുപോയി. ബാബു കുറ്റക്കാരനല്ലെങ്കിൽ തീർച്ചയായും അവനെ വെറുതെ വിടും. പക്ഷെ അതുവരെ, സത്യം തെളിയും വരെ അവൻ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളോ അപമാനോ അത് മായ്ച്ചു കളയാൻ ഒക്കുവോ? ഞങ്ങൾ എന്ത് വേണമെന്ന് സുമിത്ര പറയും. ദൈവത്തെ ഓർത്ത് അവനെതിരെ നിങ്ങൾ കൊടുത്ത പരാതി പിൻവലിക്കണം. സുമിത്രയാ? എന്താ ഇവിടെ? എന്തിനാ കരയുന്നത്? എന്താ മേനൻ സാർ? സുമിത്രയുടെ ബ്രദറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാബുവിനെ പോലീസ്? എന്തു പറ്റി സുമിത്ര? ബാബു എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പോലീസ് പറയുന്നു അവൻ ഡോക്ടർ രേഖയെ കൊല്ലാൻ ശ്രമിച്ചെന്ന്. ബാബുവോ? എന്തിന്? എന്തിന് ബാബു രേഖയെ കൊല്ലാൻ നോക്കണം? അടുത്തൊരു ദിവസം ബാബു രേഖയെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി സംസാരിച്ചിരുന്നു അത്രേ. ഇത് രേഖ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. ശരിയാണ്, അതവൻ എന്നോട് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ അതിന് കാരണമുണ്ട്. രേഖയുടെ എന്നോടുള്ള പെരുമാറ്റം. രേഖ എന്ത് ചെയ്തു? ബാങ്കിന്റെ മുമ്പിൽ വെച്ച് പരസ്യമായി എന്നെ അപമാനിച്ച് സംസാരിച്ചു. അതവന് വല്ലാത്ത വേദനയും രോഷവും ഉണ്ടാക്കി. മേലിന്റെ ചേച്ചിയോട് അപമര്യാദയായി പെരുമാറരുതെന്ന് അവൻ നേരിട്ട് ചെന്ന് പറഞ്ഞിട്ട് പോന്നു. പക്ഷെ അതിന്റെ പേരിൽ അവൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കുറ്റം പോലീസ് അവന്റെ മേൽ ആരോപിച്ചിരിക്കുന്നു. അവൻ പാവോ പ്രസാദേട്ട. പോലീസ് അവനെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റേഷനിൽ പോയി അവനെ കണ്ടിട്ടാ വരുന്നത്. പ്രസാദേട്ട വിശ്വസിക്കുന്നുണ്ടോ അവനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്?